ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അന്താരാഷ്ട്ര തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഏതാനും ചില പരിസ്ഥിതി സംഘടനകളെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം, പരിസ്ഥിതി സംഘടനകളൊക്കെ രൂപം കൊണ്ടിട്ടുള്ളത് പരിസ്ഥിതിയുടെ സംരക്ഷണം എന്ന ലക്ഷ്യവുമായിട്ടാണ്. പരിസ്ഥിതി സംരക്ഷണം എന്ന ലക്ഷ്യവുമായി അന്താരാഷ്ട്ര തലത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് IUCN. ഇതിന്റെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ്. ഇതിന്റെ ലക്ഷ്യം പ്രകൃതി വിഭവങ്ങളും വന്യജീവികളെയും സംരക്ഷിക്കുക എന്നതാണ്. ഈ IUCN എന്നത് ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയാണ്. ഇത് രൂപീകൃതമായത് 1948 ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. അതുപോലെ റെഡ് ഡാറ്റ ബുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെയും പ്രദേശങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് റെഡ് ഡാറ്റ ബുക്ക്. ഈ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN എന്ന സംഘടനയാണ്. അതുപോലെ IUCN തയ്യാറാക്കിയ തിരിച്ചു വരാത്ത ജൈവ വൈവിധ്യ തുരുത്തുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശമാണ് പശ്ചിമഘട്ടം. ഇനി IUCN പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച ഭാരതീയനാണ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥനാണ് IUCN പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച ആദ്യ ഭാരതീയൻ. മറ്റൊരു സംഘടനയാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം, ചുരുക്കപ്പേര് UNEP. ഇത് സ്ഥാപിച്ചത് 1972 കാനഡക്കാരനായ മൗറിസ് സ്ട്രോങ് ആണ്. ഇതിന്റെ ആസ്ഥാനം നെയ്റോബിയാണ്. ആഫ്രിക്കയിലെ കെനിയയിലെ നെയ്റോബിയാണ് UNEPയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഏജൻസി കൂടിയാണ് UNEP. ഐക്യരാഷ്ട്ര സംഘടനയുടെ യുണൈറ്റഡ് നേഷൻസിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഏജൻസി കൂടിയാണ് UNEP. മാത്രവുമല്ല, ആഫ്രിക്ക ആസ്ഥാനമായുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ഏക അനുബന്ധ ഏജൻസി കൂടിയാണ് ഏത്? UNEP. ആഫ്രിക്കയിലാണ് കെനിയ എന്നറിയാം. അപ്പോൾ ആഫ്രിക്ക ആസ്ഥാനമായുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ഏക അനുബന്ധ ഏജൻസി കൂടിയാണ് ഏത്? UNEP. മറ്റൊന്നാണ് വേൾഡ് വൈഡ് ഫണ്ട്, WWF. ഇത് 1961 രൂപീകൃതമായത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിവർഗങ്ങളുടെ സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി വിഭവങ്ങളുടെ സ്ഥായിയായ ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഏജൻസിയാണ് വേൾഡ് വൈഡ് ഫണ്ട് എന്ന അറിയപ്പെടുന്ന WWF. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. ഇതിന്റെ ചിഹ്നം ഭീമൻ പാണ്ഡെയാണ്. ഈ വേൾഡ് വൈഡ് ഫണ്ടിന്റെ ആപ്തവാക്യമാണ് ജീവനുള്ള ഗ്രഹത്തിനായി. ജീവനുള്ള ഗ്രഹത്തിനായി എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം, വേൾഡ് വൈഡ് ഫണ്ടിന്റെ ആപ്തവാക്യം. അതുപോലെ WWF വേൾഡ് വൈഡ് ഫണ്ടിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് ഇത്? കടുവ. ഈ WWF ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് 1969 നവംബർ 27. മറ്റൊരു സംഘടനയാണ് ഗ്രീൻ പീസ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്ന ആവശ്യവുമായി 1971 ഗ്രീൻ പീസ് എന്ന സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്. ഇത് ആരംഭിച്ചത് കാനഡയിലെ വാൻകൂവറിലാണ്. ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഈ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിലേക്ക് മാറിയത്, ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിലേക്ക് മാറിയത് 1979. തുടക്കത്തിലെ ഗ്രീൻ പീസ് എന്ന് മാത്രമായിരുന്നു. പിന്നീട് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിലേക്ക് മാറിയത് 1979. ഇത് ആരംഭിച്ചത് കാനഡയിലെ വാൻകൂവറിലാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. ഇത് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര പരിസ്ഥിതി സംഘടന കൂടിയാണ് ഗ്രീൻ പീസ്. അതുപോലെ പരിസ്ഥിതി പ്രവർത്തകർക്കായുള്ള റെയിൻബോ വാരിയർ എന്ന കപ്പല് ഗ്രീൻ പീസ് സംഘടനയുടേതാണ്. പരിസ്ഥിതി പ്രവർത്തകർക്കായ ഒരു കപ്പലുണ്ട്, റെയിൻബോ വാരിയർ. അത് ആരുടേതാണ്? ഗ്രീൻ പീസ് എന്ന സംഘടനയുടേതാണ്.
മാത്രവുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് എന്നത് ഒന്നുകൂടി ഓർത്തു വെക്കുക. മറ്റൊന്ന് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ വാൻഗാരി മാതായിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. 1973 വാൻഗാരി മാതായി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഇതിന്റെ ആസ്ഥാനവും നെയ്റോബിയാണ്, കെനിയയിലെ നെയ്റോബി തന്നെയാണ്. ലക്ഷ്യം വനവൽക്കരണം, ജലസംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം ഇല്ലാതാക്കൽ ഇവയൊക്കെയാണ്. ഈ വാൻഗായി മാതായിക്ക് 2004 സമാധാന നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു സംഘടനയാണ് ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ. ഇത് 1993 മിഖായൽ ഗോർബച്ചേവാണ് സ്ഥാപിച്ചത്. 1993 മിഖായൽ ഗോർബച്ചേവ് സ്ഥാപിച്ച സംഘടനയാണ് ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. മറ്റൊന്നാണ് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു സംഘടന. ഇത് ലോബയാൻ. ലോബയാൻ എന്നത് വൃക്ഷലതാദികളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന പരിസ്ഥിതി സംഘടനയാണ് ലോബയാൻ. ഇന്ത്യയിൽ ആരംഭിക്കുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിച്ചതുമായ പരിസ്ഥിതി സംഘടനയാണ് ലോബയാൻ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടനകൾ. ഇനി ഇന്ത്യയിൽ രൂപം കൊണ്ടതും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ധാരാളം പരിസ്ഥിതി സംഘടനകളുണ്ട്. അവയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ.